രാജ്യത്ത് ഗാന്ധിയുടെ പൈതൃകം പോലും ഭീഷണിയിലാണെന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി. ബിജെപിയെയും വലതുപക്ഷത്തെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് സോണിയ തന്റെ അഭിപ്രായം പങ്കുവച്ചത്. കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളവരിൽ നിന്നും അവർക്ക് പിന്തുണ നൽകുന്ന ആശയങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും ഗാന്ധിയുടെ പൈതൃകം ഭീഷണിയിലാണെന്നാണ് സോണിയ ആരോപിക്കുന്നത്. ബിജെപിയെയും RSSനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സോണിയാഗാന്ധി വിമർശനം കടുപ്പിക്കുകയായിരുന്നു. ഈ സംഘടനകൾ ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയിട്ടില്ല. അവർ മഹാത്മാഗാന്ധിയെ കഠിനമായി എതിർത്തു. അവർ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച മോശം അന്തരീക്ഷം സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ കൊലയാളികളെ അവർ മഹത്വൽക്കരിക്കുന്നുവെന്നാണ് സോണിയാഗാന്ധി പറഞ്ഞത്. രാജ്യത്തുടനീളമുള്ള വിവിധ സ്ഥലങ്ങളിലെ ഗാന്ധിയൻ സ്ഥാപനങ്ങൾ ആക്രമണത്തിനിരയായെന്നും സോണിയ ചൂണ്ടിക്കാട്ടി. ഈ ശക്തികളെ നേരിടാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം പുതുക്കുകയെന്നത് തന്റെ പാർട്ടിയുടെ കടമയാണെന്നും അവർ വ്യക്തമാക്കി. ഒരു നൂറ്റാണ്ടു മുൻപ് മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന കർണാടകയിലെ ബെലഗാവിയിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ വിപുലമായ യോഗം നടന്നത്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ സോണിയാഗാന്ധിക്ക് പങ്കെടുക്കാനായില്ല. ഭരണഘടനാ മൂല്യങ്ങളും ഗാന്ധിയൻ ആദർശങ്ങളും സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ കടമയാണെന്ന് ചടങ്ങിൽ വായിച്ച രേഖാമൂലമുള്ള പ്രസ്താവനയിലൂടെ അവർ വ്യക്തമാക്കി. മഹാത്മാഗാന്ധി ബെൽഗാവിയിൽ കോൺഗ്രസ് അധ്യക്ഷനായത് വലിയ വഴിത്തിരിവായെന്നും അവർ ചൂണ്ടിക്കാട്ടി. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു പരിവർത്തന നാഴികക്കല്ലായിരുന്നു അത്. ഇന്ന് മഹാത്മാഗാന്ധിയുടെ പൈതൃകം സംരക്ഷിക്കാനും നിലനിർത്താനും പ്രോത്സാഹിപ്പിക്കാനും നാം സ്വയം സമർപ്പിക്കുന്നു. നമ്മുടെ പ്രചോദനത്തിന്റെ അടിസ്ഥാന സ്രോതസ്സായി അദ്ദേഹം എന്നും ഉണ്ടായിരുന്നു. ഇനിയും അത് തുടരുമെന്നാണ് സോണിയാഗാന്ധി പറഞ്ഞത്. കേന്ദ്ര സർക്കാരിനെയും BJPയെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ ബെൽഗാവിയിൽ നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും പിടിച്ചെടുക്കാനാണ് BJP ആഗ്രഹിക്കുന്നതെന്ന് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ ആരോപിച്ചു. പക്ഷേ ഞങ്ങൾ ഈ പോരാട്ടം തുടരും. നെഹ്റു ഗാന്ധി പ്രത്യയശാസ്ത്രത്തിനും ബാബാ സാഹിബ് അംബേദ്കറുടെ ബഹുമാനത്തിനും വേണ്ടി അവസാന ശ്വാസം വരെ പോരാടും എന്നായിരുന്നു മല്ലികാർജുൻ ഖാർഗെ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. അതേസമയം സംഘടനാ തലത്തിൽ സമഗ്ര അഴിച്ചുപണിക്കൊരുങ്ങുകയാണ് കോൺഗ്രസ്. ബെലഗാവിയിൽ നടക്കുന്ന വിശാല പ്രവർത്തക സമിതി യോഗത്തിലാണ് സംഘടന അഴിച്ചുപണിയെ സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഹിന്ദി ബെൽറ്റിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഊന്നൽ നൽകി ഈ മേഖലയിൽ നിന്നുള്ള കൂടുതൽ നേതാക്കന്മാരെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് കൊണ്ടുവരാനാണ് ചർച്ചകൾ. ദില്ലി തിരഞ്ഞെടുപ്പ് ചുമതല മുതിർന്ന നേതാക്കന്മാർക്ക് മേഖല തിരിച്ചു നൽകും. ഇതിനായി തിരഞ്ഞെടുപ്പ് വാർ റൂം സ്ഥിരം സംവിധാനമാക്കാനും തീരുമാനമായിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് കേരളത്തിൽ കർണാടക മോഡലിൽ വാർ റൂം സജ്ജീകരണങ്ങളോടെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും തീരുമാനമായി. മഹാത്മാഗാന്ധി പാർട്ടി പ്രസിഡന്റായ സമ്മേളനത്തിന്റെ ശതാബ്ദി കണക്കിലെടുത്താണ് നിർണായക യോഗം ബെളഗാവിയിൽ നടത്തുന്നത്. അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കാൽനടയായി 1924 ഗാന്ധിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന കോൺഗ്രസ് വെൽ പാർക്കിലേക്കെത്തി. തുടർന്ന് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെ യോഗത്തിന് തുടക്കമായി. അതേസമയം ആരോഗ്യ കാരണങ്ങളാൽ മുൻ അധ്യക്ഷ സോണിയാഗാന്ധി യോഗത്തിന് എത്തിയിരുന്നില്ല. രാജ്യം ഭരിക്കുന്നവരിൽ നിന്നും അവരുടെ സ്ഥാപനങ്ങളിൽ നിന്നും ഗാന്ധിയുടെ ആശയങ്ങൾ ഭീഷണി നേരിടുകയാണെന്നും ഇത്തരം ശക്തികളെ നേരിടാനുള്ള ഊർജം യോഗത്തിലൂടെ ലഭിക്കുമെന്ന സോണിയാഗാന്ധിയുടെ സന്ദേശം യോഗത്തിൽ വായിക്കുകയുണ്ടായി.